guys, welcome back to our channel Team Psycho. It's me Sriraj Srees. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു വാട്ടർ ഫൗണ്ടൈൻ ആണ്. വെറും വാട്ടർ ഫൗണ്ടൈൻ അല്ല, നോൺ സ്റ്റോപ്പ് വാട്ടർ ഫൗണ്ടൈൻ ആണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല, നമുക്ക് മേക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നോൺ സ്റ്റോപ്പ് വാട്ടർ ഫൗണ്ടൈൻ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഫുൾ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് രണ്ട് കുപ്പിയുടെ ഈ രണ്ട് മൂടിയാണ് ആദ്യം വേണ്ടത്. ഇത് രണ്ടും ക്രോസ് ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷമാണ് ബാക്കി. അപ്പം മൂടി നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ രണ്ട് ഹോൾ ഇടാനുണ്ട്. അതിന് വേണ്ടി നമുക്ക് ഈ ആണി ഒന്ന് നന്നായിട്ട് ചൂടാക്കാം. അപ്പോൾ ആണി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു ഹോളാക്കി മാറ്റാം. നല്ല ചൂടുണ്ടാണെങ്കിൽ ഓക്കെ, നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ നമ്മൾ ആണി നേരത്തെ നല്ല ചൂടാക്കിയിട്ട് ഹോളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുപ്പിയിലേക്ക് നമുക്ക് റീഫിറ്റ് ചെയ്യാം. ഈ ഒരു അറേഞ്ച്മെൻറ്റിലേക്ക് അപ്പോൾ പിന്നെ കുപ്പി ഉണ്ടാവുക. അപ്പം 3 കുപ്പിയാണ് നമ്മൾ ഈ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ കുപ്പിയിൽ നമുക്ക് നേരത്തെ ചെയ്ത മാതിരി തന്നെ ഹോൾ ഇടണം. അപ്പോൾ നമുക്ക് ഈ കുപ്പിയും മൂടി അഴിച്ചിട്ട് ഹോൾ ഇട്ടേക്കാം. അപ്പോൾ കുപ്പി നമ്മൾ ഹോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച കുപ്പീൻ്റെ ഈ ഒരു അടിഭാഗം നമ്മൾ ഹോളാക്കേണ്ടതുണ്ട്. എന്നിട്ട് ഇവിടെ ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ അടുത്തായിട്ട് ഈ മൂടി സെറ്റ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ നമ്മൾ 2 കുപ്പി സ്ട്രൈറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുപ്പിയിൽ ഒരു കുപ്പിയാണിത്. ആ കുപ്പീൻ്റെ ബാക്ക് സൈഡിലാണ് നമുക്കിത് ഫിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ കുപ്പീൻ്റെ ബാക്കിൽ നമ്മൾ മൂടി നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഹോള് കണക്ട് ചെയ്തിട്ട് കുപ്പീൻ്റെ ഉള്ളോട്ട് കണക്ട് ചെയ്തിട്ട് ഹോളാക്കി ഇടാം. അപ്പോൾ നമ്മൾ ഹോളാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ കുപ്പീൻ്റെ ഉള്ളോട്ട് നമ്മൾ ഹോളാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുൾ സെറ്റിംഗ് കഴിഞ്ഞിട്ട് കുപ്പിയായിട്ടുള്ള ഫുൾ സെറ്റിങ്സ് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് സ്ട്രോ ആണ്. സ്ട്രോ കുപ്പീനുള്ളിൽ അറേഞ്ച് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ഈ കുപ്പിയിലാണ് സ്ട്രോ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ബേസ് തൊട്ടിട്ട് സ്ട്രോ വെക്കണം. നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് വേണ്ട. അതുകൊണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. 2 സ്ട്രോ എടുത്തിട്ടുണ്ട്. ഈ 2 സ്ട്രോയും നമുക്കൊന്ന് ജോയിൻ ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ സ്ട്രോയുടെ അറ്റത്ത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇത് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ഗ്ലൂ ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ സ്ട്രോ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് കുപ്പീനുള്ളിലേക്ക് ഇറക്കി വെക്കാം. പിന്നെ ബേസ് വരെ സ്ട്രോ ഉണ്ടാവണം ഈ ഒരു സൈസിൽ. ഓക്കെ, എന്നിട്ട് നമുക്ക് നേരത്തെ അയച്ച മൂടി ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതിപ്പോൾ ഉള്ളിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ഗ്ലൂ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഹോൾ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഒട്ടാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഹോളിലേക്ക് വേണ്ട സ്ട്രോ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അതൊന്ന് ജോയിൻ ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമുക്കൊരു ഹോളൊന്ന് ജസ്റ്റ് ഒന്ന് കീറാം. ഈ ഒരു ഗ്യാപ്പിലേക്ക് നമുക്ക് ഈ ഒരു സ്ട്രോ ഇറക്കി വെക്കണം. അപ്പോൾ സ്ട്രോ ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ സ്ട്രോ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ഹോളും കൂടെ സ്ട്രോ അകത്തേക്ക് കിടത്താം. സ്ട്രോ മുഴുവനായിട്ട് ബേസ് വരെ വേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ചൊരു ദൂരം മതി. ഓക്കെ, സ്ട്രോ നമ്മൾ ഈ ഒരു ലെങ്ത്തിൽ നമുക്ക് ഉള്ളോട്ട് കടത്തിയിടാം. ഓക്കെ, സ്ട്രോ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂ വെച്ചൊന്ന് അപ്ലൈ ചെയ്യണം. ഇവിടെ ഗ്ലൂ വെച്ചൊന്ന് ഒട്ടിച്ചില്ലെങ്കിൽ ഇളകി കളയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബേസ് വരെ ഫസ്റ്റത്തെ ഇട്ട നീല സ്ട്രോ നമുക്ക് കുറച്ചുകൂടി നീളം കൂട്ടണം. അത് രണ്ടാമത്തെ ബോട്ടിൽ നിറച്ചും ആ സ്ട്രോ വേണം. അപ്പോൾ നമുക്ക് നീല സ്ട്രോൻ്റെ നീളം കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പുതിയ സ്ട്രോ വേറെ കളറാണ്. നമുക്കിതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് സംഭവം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുപ്പീനുള്ളിലേക്ക് ഇത് കയറ്റി വെക്കാം.
അപ്പോൾ നമ്മൾ സ്ട്രോ ഒക്കെ അതിനുള്ളിൽ കയറ്റി കുപ്പിയൊക്കെ അടച്ചിട്ടിട്ടുണ്ട്. ഈ ഒരു ഡയറക്ഷനാണ് നമ്മൾ ആക്കേണ്ടത്. ഇപ്പോൾ കുറച്ച് സ്ട്രോൻ്റെ ഭാഗം ചെറിയ ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിലാണ്. നമുക്കിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്യണം. പുതിയൊരു സ്ട്രോ ഉണ്ട്. ആ പുതിയൊരു സ്ട്രോ നമുക്ക് ഇതിനുള്ളിൽ കയറി കൊടുക്കാം. ഈ ഒരു ലെങ്ത്തിൽ വെച്ചെടുത്താൽ മതി. ശരിയോ? ഈ ഒരു പൊസിഷനിലാണ് വെക്കേണ്ടത്. ഇനി നമുക്കിവിടെ മുകളിൽ ഗ്ലൂ ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ ബോട്ടിലാണ്. അപ്പോൾ ഈ ബോട്ടിൽ നമുക്ക് മുഴുവനായിട്ട് വേണ്ട, നമുക്കൊരു ഫണൽ രൂപത്തിലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു ഏരിയ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഏറ്റവും ടോപ്പിൽ വെക്കുന്ന ഫണലായിട്ടുള്ള ഭാഗം. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ കുപ്പി അല്ലെങ്കിൽ നമ്മൾ ബാക്കി ചെയ്ത് വെച്ച ആ ഒരു കുപ്പികളിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റ് മൊത്തം ഗ്ലൂ ചെയ്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫണൽ ഇതിനുള്ളിലേക്ക് കണക്ട് ചെയ്തിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് വെക്കാം. നമുക്ക് കാണാൻ പറ്റും ഇവിടെ മൊത്തം ലോക്കായി കഴിഞ്ഞു. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ഫുൾ സെറ്റപ്പിൻ്റെ മേക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വാട്ടർ ഫൗണ്ടെയിൻ മേക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ടുണ്ട്. ചെറിയ കുറച്ച് ലീക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം സംഭവം റെഡി ആണോ അല്ലെങ്കിൽ അൺലിമിറ്റഡ് ആണോ ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, അത് നമുക്ക് തല കുത്തനെ വെച്ചിട്ട് വെള്ളം ഒന്ന് മുന്നോട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തല കുത്തനെ വെച്ചിട്ട് വെള്ളമൊക്കെ മുകളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്കിംഗ്, അതായത് അൺലിമിറ്റഡ് ആയിട്ട് വാട്ടർ വരുന്നുണ്ടോ നോക്കാം. വെള്ളം ഒഴിക്കാൻ പോവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് വരുന്നുണ്ടോ നോക്കാം. സംഭവം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഇത് വീട്ടിൽ നിന്ന് പരീക്ഷ നോക്കുകയും ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ടെക്കി വീഡിയോസ് ഞങ്ങൾ ഇനിയും വരും. അപ്പോൾ എല്ലാവർക്കും ബൈ.